നടക്കൻ ചങ്ങ അങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്ക് വിശ്വാസമാണ്. ആ ഇവിടുന്ന് സത്യമാണ്. ഇവിടെ പറയുന്നതൊക്കെ വളരെ വളരെ സത്യമുള്ള കാര്യങ്ങളാണ്. നമസ്കാരം, ഞാൻ സുധീഷ് ചെമ്പശ്ശേരിയാണ്. ഞാനതുള്ളത് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് അട്ടപ്പാടി റോഡിൽ അമ്മദേവി ക്ഷേത്രത്തിലാണ് കേട്ടോ. ഇവിടെ കൽപ്പന കൊടുക്കലാണ് പ്രധാന ചടങ്ങ്. അതുപോലെ നിരവധി ആളുകളാണ് കൽപ്പന കേൾക്കാനായിട്ട് ഇവിടെ ദൂര സ്ഥലങ്ങളിൽ നിന്നും കൂടി എത്തുന്നത്. കണ്ണൂർ, കാസർഗോഡ്, അങ്ങനെ വേറെ ജില്ലകളിൽ നിന്നൊക്കെ നിരവധി ആൾക്കാരാണ് ഇവിടെ എത്തുന്നത്. 8 മണി മുതൽ 12 മണി വരെയാണ് ഇവിടെ കൽപ്പന കൊടുക്കുക. ആ കൽപ്പന പറയുന്ന കാര്യങ്ങൾ മുഴുവൻ കൃത്യമാണെന്നാണ് അവിടുത്തെ ഭക്തർ അവകാശപ്പെടുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ അവരുടെ വീഡിയോയും ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞായറാഴ്ച ദിവസം ഇവിടെ ഒഴിവാണ്. ഞായറാഴ്ച ദിവസം ക്ഷേത്രം ഉണ്ടാവില്ല. ബാക്കിയുള്ള ദിവസമൊക്കെ രാവിലെ 8 മണി മുതൽ 12 മണി വരെ കൽപ്പന കൊടുക്കും. അപ്പോൾ അവിടെ കുറേ ആൾ, ഞാൻ ചെല്ലുന്ന സമയത്ത് നല്ല തിരക്കാണ് അവിടെ. അപ്പോൾ എന്തായാലും ഞാൻ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ അത് ഞാൻ ഫേസ്ബുക്കിൽ, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. മാക്സിമം ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ ഭക്തരുടെ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കേൾക്കാം കേട്ടോ. ഓക്കെ. ഉപേക്ഷിക്കാതിരുന്നാ പോരെ. നീ നല്ലവനാണ് കുഞ്ഞാ, സ്നേഹമുള്ള മനുഷ്യനാണ്. നിനക്കാണല്ലോ ഇങ്ങനെ സംഭവിച്ചത്. അതിലമ്മ മഹാലക്ഷ്മിക്ക് ദുഃഖം കാണുന്നു കുഞ്ഞാ. ഇനി വിഷമിക്കല്ലേ നീ. നിന്റെ സകല പ്രശ്നങ്ങളും അമ്മ തീർത്തു തരാം. അതുപോലെ നിനക്ക് ഇനി താങ്ങാൻ ബാക്കിയില്ല. ശരിയല്ലേ? നീ ചൊല്ലിട്ടാണോ ഈ കാര്യം നിനക്ക് ചൊല്ലിത്തന്നേ? നീ ചൊല്ലാതല്ലേ അമ്മ ചൊല്ലിത്തരുന്നത്. അപ്പൊ അമ്മ മഹാലക്ഷ്മി തന്നെയാണോ ഇത്? ശരി, നിന്നെയും വിശ്വാസം തന്നെയാണ് അമ്മയ്ക്ക്. നീ എത്ര തവണ വന്നാലും കുഴപ്പമില്ല കുഞ്ഞാ. സന്തോഷായോ നിനക്ക്? നിന്നെ ഉപേക്ഷിക്കാൻ കഴിയില്ല അമ്മയ്ക്ക്. അവസാന കാലം വരെ അമ്മ മഹാലക്ഷ്മി നിന്നെ രക്ഷിക്കും. അതുപോലെ നിനക്ക് വേഷം കഴിച്ച് വേഗം പോകണം ഈ ഭൂമിയിൽ നിന്നും. പിന്നെന്തിനാ അങ്ങനെ ഒരു തീരുമാനം? അപ്പൊ ബാക്കിയുള്ളവർ എന്ത് ചെയ്യും? നീ പോയാ ചൊല്ലു കുഞ്ഞാ. അപ്പൊ തീരുമാനം വന്നതോ? പലപ്പോഴായി തീരുമാനം വന്നു നിനക്ക്. ഇനി ആ തീരുമാനം വേണോ? ആ തീരുമാനത്തെ ഉപേക്ഷിക്കൂ. അത് തന്നെയാണ് നല്ലത് നിനക്ക്. അതിനാണ് ഇങ്ങെത്തിച്ചേ. തീരുമാനം മാറ്റാൻ ഇന്ന് വന്നില്ലായിരുന്നെങ്കിൽ ഈ പോയേനെ. ശരിയല്ലേ? അങ്ങനെയാണ് നിന്റെ കാര്യങ്ങള്. ശത്രുദോഷം പെരുകി നിനക്ക്. മീതയ്ക്ക് വന്നിരിക്കണോ ശത്രുദോഷം? പക്ഷെ വിളവ് ജാസ്തിയാണ് നിനക്ക്. പറഞ്ഞാലും കേൾക്കില്ല. അതെന്താ അങ്ങനെ? അപ്പൊ പറഞ്ഞാ കേൾക്കണമെന്നില്ലേ കുഞ്ഞാ? അപ്പൊ പറഞ്ഞാ കേൾക്കണമെന്നില്ലേ? എത്ര ശതമാനം പറഞ്ഞാ കേൾക്കണ? 100%. ഇനി കേട്ടോളൂ നീ. ഉറപ്പ്? സത്യാണോ? 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 സത്യം. സന്തോഷായോ നിനക്ക്? സന്തോഷായി. നീ നല്ല കുഞ്ഞാണ് കുഞ്ഞാ. സ്നേഹമുള്ള മനുഷ്യൻ തന്നെയാണ് നീ. നിന്നെ രക്ഷിക്കാൻ അമ്മയ്ക്ക് കഴിയും. നീ നന്നായി വരും. എത്ര ശതമാനം വിശ്വസിക്കണം? 100%. അമ്മ പാവാണ് പെണ്ണേ. അമ്മ മോശമായി ചൊല്ലോ? മോശമായി ഒന്നും ചൊല്ലില്ല അമ്മ. നല്ല അമ്മയാണ്. അമ്മ മഹാലക്ഷ്മി തന്നെയാണ്. ഈ കുഞ്ഞു വളപ്പിലേക്ക് അമ്മ വന്നു. സന്തോഷായോ നിനക്ക്? വയ്യായി മാറണോ നിന്റെ? എപ്പോഴും വയ്യല്ലോ നിനക്ക്. ഒരു പണി ചെയ്യാൻ പോലും കഴിയില്ലല്ലോ നിനക്ക്. ശത്രുദോഷമാണ് പെണ്ണേ. അത് കാരണം കൊണ്ട് മരുന്ന് ഏൽക്കുന്നില്ല. ഒരു മരുന്നും ഏൽക്കുന്നില്ല. ശരിയല്ലേ? ഇനി വിഷമിക്കല്ലേ. ഇനി ദുഃഖം വേണമെന്നില്ല. സന്തോഷായോ നിനക്ക്? കേൾക്കുന്നില്ലേ നീ? മണങ്ങനെ ചൊല്ലിയാ പോരാ. ഇനി കേക്കട്ടെ. വല്ലാത്ത അവസ്ഥയിലാണ് നീ വന്നേ. പക്ഷെ ഇത്രയും പ്രതീക്ഷിച്ചോ നീ? ശരിക്കും ദൈവാണെന്ന് കരുതിയോ നീ വരുമ്പോ?
ഇപ്പൊ മനസ്സിലായി. അപ്പൊ ദൈവം തന്നെയാണോ അമ്മ? ഇത്ര ആളുകൾക്കും കാണാതെയല്ലേ ചൊല്ലിക്കൊടുക്കണേ, അവര് ചൊല്ലാതെല്ലേ അവർക്ക് ചൊല്ലിക്കൊടുക്കണേ. അത് അമ്മ മഹാലക്ഷ്മിക്കല്ലേ കഴിയൂ. എന്നെ വിശ്വാസം തന്നെയാണ് കുഞ്ഞാ. നീ എങ്ങ് പോയാലും നന്നാവും. മക്കൾക്കും ഒരു കുഴപ്പം കാണില്ല. സന്തോഷായോ നിനക്ക്? ആ മനുഷ്യൻ ഇനി വഴക്ക് ചൊല്ലില്ല നിനക്ക്. അമ്മ ചൊല്ലിയതാണ്. സന്തോഷായോ നിനക്ക്? ഇനിയുള്ള കാലങ്ങളിൽ സന്തോഷങ്ങളുടെ നാളുകളായിരിക്കും നിനക്ക്. അതുപോലെ നിനക്ക് അത്രയ്ക്കും നല്ല പെണ്ണ് തന്നെയാണ് നീ. എങ്കിലും പോകുന്ന വഴിയിൽ സൂക്ഷിക്കണം. അവളിൽ സ്നേഹം കാണുന്നുണ്ടമ്മ. നമസ്കാരം. പേര് രവീന്ദ്രനാണ്. എവിടുന്ന വരുന്നത്? മലപ്പുറം. മലപ്പുറം അല്ലേ? ഇവിടെ കുറെ വരുന്നു. ഇത് 6ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. ഇവിടെ വന്നിട്ട് കാര്യങ്ങളൊക്കെ നടന്നോ? കാര്യങ്ങൾ നടന്നിട്ടില്ലെങ്കിൽ നടക്കുന്നവരുടെ ഒരു മനസ്സിൽ ഒരു നല്ലൊരു സങ്കല്പം ഉണ്ട്, ആത്മവിശ്വാസം ഉണ്ട്. വന്ന ഇതിൽ തൃപ്തിയാണ്. അന്ന് 5 പ്രാവശ്യം വന്ന് പറഞ്ഞാൽ നമുക്ക് വന്നതിൽ നല്ലൊരു ഐശ്വര്യങ്ങളും ഇതും ഉണ്ട് എന്നുള്ളതാണ് അനുഭവപ്പെടുന്നുണ്ട്. ഈ കുറച്ചുകൂടി ആകുമ്പോൾ നമ്മളെ ഇതെല്ലാം പൂർത്തീകരിച്ച് അമ്മ തരും എന്നുള്ളതാണ് നമ്മളെ വിശ്വാസം. ഇവിടെ കൽപ്പനകളൊക്കെ സത്യമുണ്ടോ? കൽപ്പനകളൊക്കെ 100% നമുക്ക് വിശ്വാസമാണ്. സത്യമാണ്. രാഹുല് ആദ്യമായിട്ടാണ് വരുന്നത്? അല്ല, 6ാമത്തെ പ്രാവശ്യം. ഇവിടെ വന്നിട്ട് കൽപ്പനകളൊക്കെ സത്യമാണോ? അവിടെ 100% സത്യം. കാര്യങ്ങളൊക്കെ നടക്കണ്ടോ? കാര്യങ്ങള് ശരിയാവും. എന്താ എന്താ കാര്യം? ഒരു കേസുണ്ട്. പോകുന്ന അമ്മ പറഞ്ഞു ശരിയാവുന്നുണ്ടല്ലേ? അപ്പൊ കൽപ്പനകളൊക്കെ സത്യമാണ്? 100% സത്യം. ഇത് രാജൻ. ആദ്യമായിട്ടാണ് വരുന്നത്? അല്ല, ഇത് 7ാമത്തെ പ്രാവശ്യം. ഇവിടെ വന്ന് കൽപ്പനകളൊക്കെ സത്യമാണോ? ഇവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ? ഇവിടെ വന്ന് ഞാൻ കുറെ സ്ഥലത്ത് പോയി, അവിടുത്തെ ഒക്കെ മെച്ചം ഇവിടെ വന്നവരാണ് ഒരു മാറ്റം വന്നത്. എന്താ കാര്യം? എന്ത് കാര്യത്തിനായിട്ട് വന്നത്? ഞാനിപ്പോ വന്നത് എന്റെ പണിന്റെ കാര്യത്തിൽ നമ്മളെ വീട്ടിലെ കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടാണ്. ഇവിടെ 6 സ്ഥലത്ത് പോയി, 6 സ്ഥലത്ത് പോയിട്ട് ഒരു മാറ്റം വന്നില്ല. ഇവിടെ 7ാമത്തെ സ്ഥലത്ത് വന്നപ്പോഴാണ് ഒരു മാറ്റം വന്നത്. അത് അമ്മ ഇവിടുന്ന് ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വന്നപ്പോ ഒരു പ്രത്യേകത തോന്നിയിട്ടുണ്ട്. ഇവിടെ വന്നപ്പോ ഒരു പ്രത്യേകത മാറ്റം വന്നിട്ടുണ്ട്. അല്ല, നിങ്ങൾക്ക് ഇവിടെ ക്ഷേത്രങ്ങളൊന്നും ഒരുപാട് പോയിട്ടുണ്ടല്ലോ. അപ്പൊ ഇവിടെ വന്നപ്പോ ഒരു പ്രത്യേകത എന്താ തോന്നി? ഇവിടെ വന്നപ്പോ തന്നെ എനിക്ക് മാറ്റം കണ്ടു. ഇവിടെ വന്നപ്പോ അമ്മ അതിനുള്ള മാറ്റൊക്കെ കാണിച്ചു തന്നു. പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ശരിയായില്ലേ? അവിടുന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്, അതിലൊന്നും മാറ്റില്ല. ആദ്യങ്ങൾ വരുന്നതിന് മുന്നേ ഇവിടുന്ന് പറയുള്ളൂ കൽപ്പന. അപ്പൊ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അതൊക്കെ ശരിയായിരുന്നു? അതൊക്കെ ശരിയാണ്. ശരിയായിരുന്നല്ലോ. എന്താ പേര്? സുശീല. സുശീല. എവിടെ വീട്? ഞങ്ങള് തൃശ്ശൂരുള്ള ഇരിങ്ങാലക്കുട. ആദ്യമായിട്ട് വരുവാണോ അവിടെ? അല്ലല്ല, ഞങ്ങൾ പല പ്രാവശ്യം വരുന്നു. ഇവിടെ വന്നിട്ട് ഇവിടുത്തെ കൽപ്പനകളൊക്കെ സത്യമാണ്? സത്യാണ്. നിങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ ഇവിടുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിരുന്നു? പറഞ്ഞു തന്നിട്ട് എന്താവശ്യത്തിനായിട്ടാണ്? ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടില് ഭയങ്കര ദോഷങ്ങളും കാര്യങ്ങളും ഉണ്ട്. വീട് പണി നടക്കണില്ല, പകുതിക്ക് വെച്ച് കിടക്കണ. അപ്പൊ അങ്ങനെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി, പിന്നെ മകനൊക്കെ ഭയങ്കര ഒരു വയ്യായും വിഷമങ്ങളൊക്കെ ഉണ്ട്, പ്രശ്നങ്ങളും. പിന്നെ മകന്റെ ഭാര്യ ഇവിടുന്ന് വീട്ടിൽ നിന്ന് പോയി വന്നിട്ടില്ല. അപ്പൊ അതിനൊക്കെ പറയാൻ വേണ്ടിട്ട് ഞങ്ങൾ വരുന്നത്. ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾക്ക് നടക്കാൻ ചങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്ക് വിശ്വാസാണ്. ഇവിടുന്ന് സത്യമാണ്. ഇവിടെ പറയുന്നതൊക്കെ വളരെ വളരെ സത്യമുള്ള കാര്യങ്ങളാണ്. എത്തിപ്പെട്ട് ഞങ്ങൾ യൂട്യൂബിൽ കണ്ടിട്ടാ. അല്ലല്ല, മക്കളുണ്ട്, പേരക്കുട്ടികളുണ്ട്. കുട്ടികളെ അമ്മ ഇവിടെ ഇല്ല. അങ്ങനെ വരും. ശിവന്യ പഠിക്കുകയാണോ? ഇവിടെ ആദ്യമായിട്ട് വരിക? അല്ല, ഇവിടെ അങ്ങനെ കൽപ്പനകളൊക്കെ സത്യമായിട്ട് തോന്നിയോ? കാര്യങ്ങളൊക്കെ പറയണത് ശരിയാണ്? ശരിയായിട്ട് വരുന്നതിന് മുന്നേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ? അല്ലേ?
എന്തോട്ടെ പേര്? അനുഭൂതി കാശിനാഥ്. വീട് എവിടെ? തൃശ്ശൂര്. ആദ്യമായിട്ടാ വരുന്നത്? 3.5 വട്ടം വന്നിട്ടുണ്ട്. ഇവിടെ വിശ്വാസമാണോ കാര്യങ്ങള്? കൽപ്പനകളൊക്കെ പറയുന്നത് സത്യമാണോ? സത്യമാണല്ലേ? അപ്പൊ ഇനിയും വരും ഇവിടെ? ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. എന്തായിരുന്നു പഠിക്കേ? പഠിക്കുന്നില്ല, പേരെന്താ? പേര് ജിജിത. എവിടെ വീട്? വീട് മൈലാമ്പാടം, മണ്ണാർക്കാട് മൈലാമ്പാടാണ്. ഞാൻ പെരുന്തവണെന്നാണ് വരുന്നത്. ഇന്ന് ഒരുപാട് അമ്മേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. നല്ല നല്ല കാര്യം എന്താ വെച്ചെങ്കിൽ ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. 100% സത്യമാണ്, ഗ്യാരന്റിയോട് കൂടെ പറയാം. ഒരുപാട് മാറ്റങ്ങളുണ്ട് ജീവിതത്തിലൂടെ വന്നിട്ട് ഞങ്ങൾക്ക് മാറ്റങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. എന്താ പറയാ, അമ്മേന്റെ ഒരു കൽപ്പന മതി നമുക്ക്, അതിലൂടെ ഞങ്ങൾക്ക് മാറ്റങ്ങൾ അറിയും. കൽപ്പനകളൊക്കെ സത്യമാണ് അല്ലേ? ഓ 100% സത്യമാണ്. നമ്മുടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മള് പറയാതെ തന്നെ കാര്യങ്ങൾ നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരും. തീർച്ചയായിട്ടും അങ്ങനെ പറഞ്ഞു തരും. ഓ സത്യം. വീട് എവിടെ പറഞ്ഞു? വീട് മൈലാമ്പാടം, മണ്ണാർക്കാട് മൈലാമ്പാടാണ്. ഞാൻ പെരുന്തവണെന്നാണ് വരുന്നത്. എന്തത്ര വിശ്വാസമാവാനുള്ള കാരണം? എന്തെങ്കിലും കാര്യം സാധിച്ചിട്ടുണ്ടോ? ഓ ഉണ്ട്, ഇഷ്ടം പോലെ ഒരുപാട് പറയാണ്ട്. എന്റെ അമ്മേന്റെ അസുഖങ്ങൾ മാറ്റം വന്നിട്ടുണ്ട്. മാറിക്കിട്ടിയ അമ്മയ്ക്ക് ഗർഭത്തിൽ മുഴയായിരുന്നു. ഇപ്പൊ അതൊന്നുമില്ല. സ്കാൻ ചെയ്ത് നോക്കിയപ്പോ 3 മുഴ ഉണ്ടായിരുന്നു. അതൊക്കെ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോ ഒരെണ്ണം പോലും ഇല്ല. ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ സുഖമായിരിക്കണമെന്ന് പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല പറഞ്ഞു. അതൊക്കെ ഇവിടെ വന്നിട്ട് അമ്മയുടെ അനുഗ്രഹം കൊണ്ടും അമ്മയുടെ കൽപ്പനയും കൊണ്ടും ഒക്കെ മാറി കിട്ടിയതാണ്. അതുകൊണ്ട് എപ്പോഴും ഇവിടെ വരൂല്ലേ? ഓ 4 വർഷമായി ഞങ്ങൾ വരാൻ തുടങ്ങിയിട്ട്. 4 വർഷത്തിന് മുകളിലായി. പേരെന്താ? പേര് ശാന്ത. ശാന്ത. ആദ്യമായിട്ടാണോ വരുന്നത്? ആദ്യമായിട്ടൊന്നല്ല, 4 വർഷത്തോളമായി വരാൻ തുടങ്ങിയിട്ട്. ഇവിടെ കൽപ്പനകളൊക്കെ സത്യമാണോ? അവിടെ കൽപ്പനകളൊക്കെ സത്യമാണ്. ഇവിടെ വന്ന് നമ്മളിവിടെ കൽപ്പനയിൽ ഇവിടെ നമ്മളെ മുമ്പിൽ വന്ന് നിന്നാ മതി. അപ്പൊ അമ്മ തന്നെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. നമുക്ക് അങ്ങോട്ട് ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പൊ നമ്മള് ഭയങ്കര കഷ്ടപ്പെട്ട് ജീവിച്ച ആളായിരുന്നു. ഇവിടെ വന്ന ശേഷമാണ് നമ്മൾ രക്ഷപ്പെട്ടത്. കുട്ടികളൊക്കെ മദ്യപിച്ച് നടക്കായിരുന്നു. അവരൊക്കെ നേരായി. അവർക്കൊരു കല്യാണം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കല്യാണമൊക്കെ ചെറിയ മോന് പെണ്ണ് ശരിയായി, മൂത്ത മോനും പെണ്ണ് ശരിയായി. അപ്പൊ കല്യാണങ്ങളൊക്കെ ഇവിടുന്ന് നടക്കും എന്നൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വീടൊന്നും ഉണ്ടാകുന്നില്ല. വീടൊക്കെ ഗവൺമെന്റിന്ന് പാസ്സായി. അങ്ങനെ ഞങ്ങൾക്ക് ഞാൻ ഇപ്പൊ അവിടുന്ന് രക്ഷപ്പെട്ടു. ഇവിടെ വന്ന ശേഷം കുട്ടികളും ഞാനൊക്കെ നല്ല രക്ഷപ്പെട്ടു. അപ്പൊ ഞാനിവിടെ ആഴ്ചയിൽ എപ്പോഴും വരും. ഇവിടെ അമ്മയുടെ കൽപ്പന കേട്ട് അങ്ങനെ പോകും. കൽപ്പനകളൊക്കെ 100% സത്യമാണ്. അപ്പൊ അമ്മ തന്നെ നമ്മളെ മനസ്സിലുള്ള എന്ത് കാര്യമെങ്കിലും അമ്മ തന്നെ ഇങ്ങോട്ട് പറയും. നമ്മളങ്ങോട്ട് ചോദിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്കത് കേട്ട് പോകുമ്പോ ഒരു സന്തോഷം ഉണ്ടാവും. ഒരു 15 ദിവസം തികയില്ല, 2 ആഴ്ച കൂടുമ്പോ ഞാൻ എപ്പോഴും ഇവിടെ വരും. അല്ലെങ്കിൽ നമുക്ക് ഉറക്കം വരില്ല അങ്ങനെ കണ്ടില്ലെങ്കിൽ. എപ്പോഴും ഇവിടെ വരണം. എന്റെ പേര് മഞ്ജുഷ. എവിടെ സ്ഥലം? കൈതച്ചിറ. കൈതച്ചിറ ഇവിടെ അടുത്തന്നെ. ഇവിടെ എപ്പോഴും വരാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഇവിടുത്തെ കൽപ്പനകളൊക്കെ സത്യമാണോ? സത്യമാണ്. പറയണ കാര്യങ്ങളൊക്കെ ശരിയാണോ? എല്ലാം ശരിയാണ്. എന്ത് കാര്യത്തിനായിട്ടാ വന്നത്? ഞാൻ വീട്ടിലെ പ്രശ്നങ്ങളായിട്ട് വന്നതാ. ഭർത്താവുമായിട്ട് ബന്ധമിരിയേണ്ട വക്കിലൊക്കെ എത്തിയതാ. അതൊക്കെ മാറ്റി തന്നു ഇവിടെ വന്നിട്ടാണ്. ഞങ്ങൾ രണ്ടാളും വന്നു. ഇവിടെ കൽപ്പന കേട്ടു. ആദ്യം ആള് വന്നായിരുന്നില്ല ഇവിടേക്ക്. പിന്നെ അമ്മ ഇവിടേക്ക് എത്തിക്കാൻ പറഞ്ഞു. അങ്ങനെ എത്തിച്ച് പിന്നെ ഞങ്ങളുടെ ബന്ധം നേരായി. ഇപ്പൊ ഞങ്ങളോട് സ്നേഹം ഇതൊക്കെ ഉണ്ട്. കുടുംബം നോക്കിയായിരുന്നതാണ്. അത് സ്നേഹമായി. ഒരു കുഴപ്പമില്ല, ഞങ്ങൾ ജീവിക്കുകയാണ്. പിന്നെ പല രോഗങ്ങളും ഇവിടെ വന്നിട്ട് തന്നെ മാറിയത്. ഒരുപാട് രോഗങ്ങളും ഉണ്ടായിരുന്നു. കാൽവേദനയും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറിയത് ഇവിടെ വന്നിട്ടാണ്. പറയണ കാര്യങ്ങളൊക്കെ 100% 100% സത്യമാണ്. നമ്മുടെ ജീവിതത്തിലെ അനുഭവം ഉള്ള കാരണമാണ് വരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും. ഇടയ്ക്ക് വരും. 4 കൊല്ലായി 4 കൊല്ലായി. എന്റെ പേര് ശ്രീജിത്ത്. എവിടെ സ്ഥലം? ഞാൻ അരീക്കോടാണ്. അരീക്കോട്. ഇവിടെ കൊറേ വരാൻ തുടങ്ങിയില്ലേ? ഇവിടെ ഇപ്പോ 5-ാമത്തെ തവണ വരുന്നത്. എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടത്? ഞാൻ വേറൊരാള് ഇവിടെ വന്നൊരാള് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ്. ഇവിടെ കൽപ്പനകളൊക്കെ സത്യമാണോ? അവിടെ 100% സത്യം. പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമായിട്ടാണ്. എന്താവശ്യത്തിനായിട്ടാ വന്നത്? ഞാനിങ്ങനെ കല്യാണം തോന്നുന്നു ശരിയാകത്തോണ്ട് അങ്ങനത്തെ കാര്യത്തിനൊക്കെ ആയിട്ടാണ് വന്നത്. പക്ഷെ ഓരോ കാര്യങ്ങൾ ശരിയായതുകൊണ്ട് പിന്നെയും വന്നു. അത് ശരിയായി വന്ന കാര്യം ശരിയായി. വന്ന കാര്യം ഏതാണ്ട് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു. ശരിയായിട്ടില്ല. പക്ഷെ ഓരോന്ന് പറയുന്നത് അത്രയും കറക്റ്റ് ആയതുകൊണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് പിന്നെ 10 ആളുകള് വിശ്വാസമായിട്ട് വന്നവരുണ്ട്.
ഇപ്പൊ തന്നെ എന്റെ കൂടെ ഇപ്പൊ അനിയനും ഞാൻ പറയുന്നത് കേട്ടിട്ട് അനിയൻ വന്നിട്ടുണ്ട്. പറയുന്ന കാര്യങ്ങൾ മുഴുവൻ കൽപ്പനയിൽ പറയുന്നത് മുഴുവൻ സത്യമായ കാര്യങ്ങളാണ്. സത്യമായിട്ടാണ്, അതുകൊണ്ടാണ് അത്രയും ദൂരത്തുനിന്ന് ഇവിടെ വരെ വരുന്നത്. അരീക്കോട് അല്ലേ? ഇതാണ് ദൂരം. ആ അപ്പൊ ഇന്നലെ വന്നോ? അല്ല, ഇന്ന് രാവിലെ വന്നു തന്നെ, ബസ് കയറി വരുന്ന തന്നെ. അപ്പൊ ആഴ്ചയിൽ ഇറങ്ങുമ്പോൾ ഇപ്പൊ വരുന്നുണ്ട്. അറിഞ്ഞ ആഴ്ച മുതൽ എല്ലാ ആഴ്ച ഇപ്പൊ ഇവിടെ വരുന്നുണ്ട്. ഷാജി. എവിടെ സ്ഥലം? പുളപ്പള്ളി. ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്? അല്ല, രണ്ടു വർഷമായി. 2 വർഷമായി. ഇവിടെ കൽപ്പനകൾ മുഴുവൻ പറയുന്ന കാര്യങ്ങൾ കുഴപ്പമില്ല, സത്യമാണ്. സത്യമാണ്. എന്ത് കാര്യത്തിനായിട്ടാ വന്നു? ശാരീരിക ബുദ്ധിമുട്ടുമായിട്ട് വ്യത്യാസമുണ്ട്. ഇവിടെ വന്നതിന് ശേഷം വ്യത്യാസമുണ്ട്. അപ്പൊ കൽപ്പനകളൊക്കെ പറയുന്ന 100% സത്യമാണ്. സത്യം. നിങ്ങൾ പറയാതെ തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട്. നിനക്കുള്ള ഐശ്വര്യം നഷ്ടപ്പെടും. ആദ്യമായിട്ട് വരുന്നു. ഇപ്പൊ ഐശ്വര്യം നഷ്ടപ്പെട്ടിരിക്കുകയാണ് നിനക്ക്. പണമാണ് പിന്നെ. മഹാലക്ഷ്മിയെ പോലെ നോക്കണം. അമ്മ മഹാലക്ഷ്മിയെ പോലെ പണത്തിനെ നോക്കണം. മനസ്സിലായോ നിനക്ക്? ഇനി നോക്കിക്കോളൂ നീ. സൂക്ഷിച്ചോല്ലേ നീ. കൈപ്പറമ്പ്, തൃശ്ശൂർ ജില്ലയിൽ. എങ്കിൽ നൽകിയത് വന്നു ചേരും. അതുപോലെ നിനക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഇല്ലായ്മ പേശണം അവരെ കാണുമ്പോ. പറയാൻ വേണ്ടി വന്നാണ്. അത്രയ്ക്കും ബുദ്ധിമുട്ടാണെന്ന് ചൊല്ലണം. വിളവ് ചൊല്ലണം. വിളവ് ചൊല്ലിയാലേ വന്നു ചേരൂ. മനസ്സിലായോ നിനക്ക്?